ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജൽസ ക്രിയേഷൻ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ തോന്നണം പരിപ്പ് വടയെന്ന് കേട്ടോ. പക്ഷേ പരിപ്പ് വട ഒന്നും അല്ല കേട്ടോ. നല്ല കടല വെച്ചിട്ട് ചെയ്തെടുത്ത് നല്ല ടേസ്റ്റി നല്ല ക്രിസ്പി ആയിട്ടുള്ള കടലയുടെ വടയാണ്. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് നമുക്ക് കടലയും അതുപോലെ മുരിങ്ങയിലയും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കടല നേരത്തെ കുതിർത്തി വെച്ച കടലയാണിത്. ഇന്ന് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ല അരിഞ്ഞ് പോവും ചെയ്യരുത്. ചെറിയ കടലയുടെ പീസൊക്കെ ആയിട്ടുള്ള വിധത്തിലൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ കടല ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലായിട്ട് നമ്മൾ കടല അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ മുരിങ്ങയില ഒന്ന് ഊരിയെടുത്തതാണ്. കോലൊക്കെ കളഞ്ഞെടുത്ത മുരിങ്ങയില ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ ഈ വടയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി മുളക് പൊടി വേണം നിർബന്ധമൊന്നുമില്ല, കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരിത്തിരി കായത്തിൻ്റെ പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് കുട്ടികളൊക്കെ ഉണ്ടാകുന്ന വീട്ടിൽ പച്ചമുളക് ഒഴിവാക്കുന്നതാണ് നല്ലത്, കാരണം കുട്ടികളൊക്കെ കടിച്ചാൽ ഇതാവില്ലേ. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് വെള്ളം വേണമെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ മാത്രം ഇത്തിരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എനിക്ക് ആകെ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ വന്നുള്ളൂ. നമ്മുടെ ഈ കരച്ച കടലയിൽ തന്നെ അത്യാവശ്യം വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാകുമ്പോൾ അത് വെച്ചിട്ട് തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ നന്നായി ചൂടായി വന്ന ടൈമിൽ ഒരു പാനിൽ വെളിച്ചെണ്ണയായിട്ട് ഞാൻ എടുത്തിട്ടില്ല. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴായിട്ട് പ്രത്യേക ടേസ്റ്റ്. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് ഒരു ചെറിയ ബോളാക്കി ഉരുട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വടയുടെ ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്കിന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്തെടുക്കാന്ന് വെച്ചെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോവാതെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മുരിങ്ങയിലൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അതുപോലെ കടല കറി വെച്ചാൽ അത് പെറുക്കിയിടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് ഇത്. ഈവനിങ് സ്നാക്സിന് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുരിങ്ങയിലയും കടലയൊക്കെ കഴിക്കാത്ത കുട്ടികൾ കഴിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഇതിൻ്റെ ചിലവും കമ്മിയാണ്, കാരണം നമ്മളിതിന് സവാളയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മുരിങ്ങയിലെ കടലവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.